ഡോട്ട് കമ്പ്യൂട്ടർ സൊല്യൂഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡാറ്റ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കിംഗിന്റെ മൂന്നാമത്തെ ക്ലാസ് ആണ് ഇന്ന് എടുക്കുന്നത്. ഇന്ന് അതിലെ ആദ്യത്തെ ടോപ്പിക്ക് ട്രാൻസ്മിഷൻ മോഡ്സ് എന്നുള്ളതാണ്. ഇത് നിങ്ങൾ കമ്പ്യൂട്ടർ ഫണ്ടമെന്റൽസ് പഠിച്ചുള്ള സാധനം തന്നെയാണ്. ഇത് ട്രാൻസ്മിഷൻ മോഡ്സ് മൂന്നെണ്ണമാണ് ഉള്ളത് മെയിനായിട്ട്. സിംപ്ലക്സ് മോഡ്, ഹാഫ് ഡ്യൂപ്ലെക്സ് മോഡ്, ഫുൾ ഡ്യൂപ്ലെക്സ് മോഡ്. ട്രാൻസ്മിഷൻ മോഡ്സ് എന്ന് വെച്ചാൽ ഒരു സിഗ്നൽ ഒരു ഡിവൈസിലേക്ക് എങ്ങനെ അയക്കുന്നു അതിൻ്റെ പല മോഡൽസിനെയാണ് നമ്മൾ ട്രാൻസ്മിഷൻ മോഡ്സ് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞ നേരത്തെ മൂന്നെണ്ണം ഉണ്ടെന്ന് നമുക്ക് ഓരോന്നായിട്ട് എന്താ നോക്കാം. സിംപ്ലക്സ് മോഡിനകത്ത് ഒരു ഡിവൈസ് ഡാറ്റ അയക്കുന്നു, മറ്റേ ഡിവൈസ് ഡാറ്റ റിസീവ് ചെയ്യുന്നു. അത് മാത്രമേ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ ഒരു ഡിവൈസിന് ഡാറ്റ റിസീവ് ചെയ്യാനോ ഒരു ഡിവൈസിന് ഡാറ്റ സെൻഡ് ചെയ്യാനോ മാത്രമേ സാധിക്കുള്ളൂ. യൂണി ഡയറക്ഷനിലായിരിക്കും, അതായത് ഏകദിശയിലോ ഒറ്റ ഡയറക്ഷനിൽ മാത്രമേ നമുക്ക് ഡാറ്റ അയക്കാൻ സാധിക്കുകയുള്ളൂ. നമുക്ക് റേഡിയോ സ്റ്റേഷൻ സ്ട്രീമില്ല, നമ്മളിപ്പം റേഡിയോ മാഗിയും റെഡ് എഫ് എം ഒക്കെ അറിയത്തില്ലേ, നമ്മൾ റേഡിയോ കേൾക്കുകയല്ലാതെ നമുക്ക് അങ്ങോട്ടേക്ക് എല്ലാം പറയാൻ പറ്റുമല്ലോ. സിംപ്ലക്സ് മോഡ് ട്രാൻസ്മിഷന് അത്ര ഫേമസ് അല്ലതാണ്, പക്ഷെ ഇത് ഉപയോഗിക്കുന്ന ബിസിനസ് പർപ്പസിലാണ്. അതായത് സെയിൽസിലൊക്കെ, അതായത് തിരിച്ച് റെസ്പോൺസ് വേണ്ടാത്ത അവസ്ഥ ഉണ്ടാവില്ല, നമ്മൾ പറയുന്ന മാത്രം കേൾക്കുക എന്ന രീതിയിൽ വരുന്നില്ലേ. ഞാൻ പറഞ്ഞില്ല, റേഡിയോ നമ്മൾ കേൾക്കുക മാത്രമല്ല, തിരിച്ച് അങ്ങോട്ടേക്ക് റെസ്പോൺസ് ഒന്നും കൊടുക്കുന്നില്ലല്ലോ. നമ്മളിപ്പോൾ ഈ ടെലികോളുകൾ കണ്ടിട്ടില്ല, ചില ഓഫർ പറയും പക്ഷെ തിരിച്ച് നമുക്കൊന്നും അങ്ങോട്ടേക്കൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥ. അതൊക്കെയാണ് സിംപ്ലക്സ് മോഡിന് നമ്മൾ എക്സാമ്പിൾ പറയുന്നത്. Advantages: in simplex mode, the station can utilize the entire bandwidth of the communication channel so that more data can be transmitted at a time. അതായത് നമ്മളിപ്പം ഡാറ്റ അയക്കാൻ മാത്രമല്ലേ സാധിക്കുന്നുള്ളൂ ആ ഡിവൈസിന്, അന്നേരം എന്താ ഹൈ ബാൻഡ് വിഡ്ത്ത് നമുക്ക് ഫുൾ ആ എന്തോരം കപ്പാസിറ്റി ഡാറ്റ ആ മീഡിയത്തോട് അയക്കാൻ പറ്റുമോ ആ ഫുൾ കപ്പാസിറ്റി നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. കാരണം നമുക്ക് ഡാറ്റ റിസീവ് ചെയ്യുന്നില്ല ആ സമയത്തൊന്നും, ഡാറ്റ അയക്കുക മാത്രമാണ് ചെയ്യുന്നത്. അപ്പം ആ ഫുൾ കപ്പാസിറ്റി നമുക്ക് അയക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കാൻ സാധിക്കും. ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ യൂണി ഡയറക്ഷനാണ്, ഒരു ഡയറക്ഷനിൽ മാത്രമേ പോകുള്ളൂ. അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ പോസിബിൾ. നമ്മളിപ്പോൾ ഫോൺ വിളിക്കുമ്പം നിനക്ക് പറയുന്നതിനൊപ്പം മറ്റേ ആൾക്കും പറയാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു പോസിബിലിറ്റി ഇല്ലല്ലോ ഇതിനകത്ത്. ഇതാണ് ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇനി അടുത്താണ് ഹാഫ് ഡ്യൂപ്ലെക്സ്. ഹാഫ് ഡ്യൂപ്ലെക്സിൽ ഒരു ഡിവൈസ് ഡാറ്റ സെൻഡ് ചെയ്യുന്നു, കിട്ടിക്കഴിയുമ്പോൾ അപ്പുറത്തെ ഡിവൈസ് തിരിച്ച് പിന്നെ അങ്ങോട്ട് സെൻഡ് ചെയ്യുന്നു. ഇതാണ് ഹാഫ് ഡ്യൂപ്ലെക്സ് എന്ന് പറയുന്നത്. ട്രാൻസ്മിഷൻ ഈസ് ഇൻ ഏതർ ഡയറക്ഷൻ ബട്ട് നോട്ട് സൈമിൾട്ടേനിയസ്ലി. ഒരേ സമയം രണ്ടും കൂടെ നടക്കുകയല്ല, അതായത് ഡാറ്റ അയക്കാനും റിസീവ് ചെയ്യാനും ഒരേ സമയം നടക്കില്ല. ഡാറ്റ അയക്കുന്നു, അതിനുശേഷം നമുക്ക് ഡാറ്റ തിരിച്ച് മറ്റേ ഡിവൈസിന് അയക്കാൻ സാധിക്കും. ഇതാണ് ഹാഫ് ഡ്യൂപ്ലെക്സ് എന്ന് പറയുന്നത്. വോക്കി ടോക്കി എന്ന് പറയുന്നത് ഇതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ്. ഇൻ വോക്കി ടോക്കി വൺ പാർട്ടി സ്പീക്സ്, അതർ പാർട്ടി ലിസൺസ്. ആഫ്റ്റർ പോസ് ദ പേഴ്സൺസ് ക്യാൻ സ്പീക്ക്. നമുക്ക് വോക്കി ടോക്കിൽ കാണത്തില്ല, നമുക്ക് സംസാരിക്കുന്നത് കേട്ട് കഴിയുമ്പം മറ്റേ ആൾ സംസാരിക്കുന്നു. ഇതൊരു ബൈ ഡയറക്ഷൻ തന്നെയാണ്, പക്ഷെ ഒരു കാര്യം ഓർക്കണം, അറ്റ് ദ സെയിം ടൈം അല്ല എന്ന് മാത്രം. Advantages: in half duplex mode, both devices can send and receive data and also can utilize the entire bandwidth of the communication channel during the transmission of data. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എന്താണ് ഇതിന്റെ യൂട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. സിംപ്ലക്സ് മോഡിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഹാഫ് ഡ്യൂപ്ലെക്സ് ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഡാറ്റ റിസീവ് ചെയ്യാനും സാധിക്കും, സെൻഡ് ചെയ്യാനും സാധിക്കും. അതുപോലെ തന്നെ ആ ഫുൾ കപ്പാസിറ്റി നമുക്ക് ഉപയോഗിക്കാനും സാധിക്കും. ഡിസഡ്വാൻറ്റേജ്: ഇൻ ഹാഫ് ഡ്യൂപ്ലെക്സ് മോഡ്, one device is sending data, the another has to wait. In this case, delay in sending data at the same time. എന്താ മനസ്സിലായോ? ഹാഫ് ഡ്യൂപ്ലെക്സ് ഡിവൈസിലാകുമ്പോൾ ഒരു ഡിവൈസ് അയക്കുമ്പോൾ മറ്റേ ഡിവൈസ് എന്ത് ചെയ്യണം, കാത്തു നിൽക്കണം. ആ കാത്തു നിൽക്കുന്നതുകൊണ്ട് എന്താ, മെസ്സേജ് ഡിലേ ആകുമല്ലോ, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ട്രാൻസ്മിഷന് ഒരേ സമയത്ത് അയക്കാൻ പറ്റുന്നില്ലല്ലോ. അതാണ് ഹാഫ് ഡ്യൂപ്ലെക്സ് മോഡിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇനി ഫുൾ ഡ്യൂപ്ലെക്സ് മോഡ് നമുക്ക് നോക്കാം. അതായത് ട്രാൻസ്മിഷൻ രണ്ട് ഡയറക്ഷനിലേക്കും ഒരേ സമയത്ത് നടക്കുന്നതിനാണ് ഫുൾ ഡ്യൂപ്ലെക്സ് മോഡ്. അതായത് സെൻഡും ചെയ്യാം, അതുപോലെ ഡാറ്റ റിസീവും ചെയ്യാൻ സാധിക്കും. അതാണ് ഫുൾ ഡ്യൂപ്ലെക്സ് മോഡ് എന്ന് പറയുന്നത്. അതൊരു ബൈ ഡയറക്ഷനിലാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കാൻ പറ്റുന്നില്ല. ഡാറ്റ ഫ്ലോ ഇൻ ബോത്ത് ഡയറക്ഷൻസ്. The full duplex mode is the fastest mode of communication between two devices. അതാണ് ഏറ്റവും ഫാസ്റ്റസ്റ്റ് കമ്മ്യൂണിക്കേഷൻ. The most common example of full duplex mode is telephone network. When two people are communicating with each other by telephone line, we can talk
ബോത്ത് ക്യാൻ ടോക്ക് ആൻഡ് ലിസൺ അറ്റ് ദ സെയിം ടൈം. നമ്മൾ ഫോൺ വിളിക്കുമ്പം രണ്ടുപേർക്കും വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയത്തില്ല, പക്ഷെ കേൾക്കുകയും ചെയ്യത്തില്ലേ. ഇപ്പം ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് വെച്ച് നിങ്ങൾ എൻ്റെ ഇടയ്ക്ക് കയറി സംസാരിച്ചാൽ ഒരാളുടെ വോയിസ് കട്ടെന്നാകുന്നില്ല, രണ്ടും കേൾക്കാൻ പറ്റില്ല അപ്പുറത്തും ഇപ്പുറത്തും. അതാണ് ഫുൾ ഡ്യൂപ്ലെക്സ് മോഡ് എന്ന് പറയുന്നത്. അഡ്വാൻറ്റേജ് എന്തായിരിക്കും അപ്പം? ബോത്ത് സെഷൻസ് ക്യാൻ സെൻഡ് ആൻഡ് റിസീവ് ഡാറ്റ അറ്റ് ദ സെയിം ടൈം. ഡിസ്അഡ്വാൻറ്റേജ്, ഇഫ് നോ ഡെഡിക്കേറ്റഡ് പാത്ത് എക്സിസ്റ്റ് ബിറ്റ്വീൻ ദ ഡിവൈസസ് ദെൻ ദ കപ്പാസിറ്റി ഓഫ് ദ കമ്മ്യൂണിക്കേഷൻ ചാനൽ ഈസ് ഡിവൈഡ് ഇൻ ടു പാർട്സ്. അതായത് നേരത്തെ നമ്മൾ കണ്ടു, ഡാറ്റ അയക്കുന്നു, അതിനുശേഷം റിസീവ് ചെയ്ത ശേഷം തിരിച്ചയക്കുന്നു. അന്നേരം ആ കേബിൾ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ മീഡിയന്റെ ഫുൾ കപ്പാസിറ്റി നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുമായിരുന്നു. ഇതിന്റെ കേസിൽ എന്താ, ഒരേ സമയം അടക്കുന്നതുകൊണ്ട് ആ കപ്പാസിറ്റി രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും. പകുതിയായിട്ട് ഒന്ന് സെൻഡ് ചെയ്യാനും ഒന്ന് റിസീവ് ചെയ്യാൻ വേണ്ടി പോകും. അപ്പം രണ്ട് ചാനൽ ഇല്ലെങ്കിൽ അപ്പം സ്പീഡ് കുറയാനുള്ള ചാൻസസ് ഉണ്ട്. ചാൻസസ് അല്ല, സ്പീഡ് എന്തായാലും കുറയും, മറ്റേ അത്രയും സ്പീഡ് നമുക്ക് കിട്ടുകയില്ല. ഇതാണ് ട്രാൻസ്മിഷൻ മോഡ്സും അതിന് ഡിഫറെൻറ്റ് ടൈംസിന്റെ നമുക്ക് പഠിക്കാനുള്ളത്. നിങ്ങൾക്കിത് കമ്പ്യൂട്ടർ ഫണ്ടമെന്റൽസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അതുപോലെ ഞങ്ങൾ ഈ നോട്ടിന്റെ ലിങ്കും കൂടെ ഈ വീഡിയോന്റെ കൂടെ നിങ്ങൾക്ക് ആഡ് ചെയ്യുന്നതാണ്. നമുക്ക് അടുത്ത് പഠിക്കാനുള്ള നെറ്റ്വർക്ക് ഡിവൈസസ് ഓർ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് കമ്പോണൻസ്. അതിനകത്ത് ആദ്യത്തെ പഠിക്കാനുള്ള NIC, നെറ്റ്വർക്ക് ഇന്റർഫേസ് കാർഡ്. ആദ്യം എന്താ നിങ്ങൾക്ക് കാണിച്ചു തന്നെ NIC എന്താന്ന്. ഈ കാർഡിനാണ് നമ്മളെ നെറ്റ്വർക്ക് ഇന്റർഫേസ് കാർഡ് എന്ന് പറയുന്നത്. നമ്മുടെ കമ്പ്യൂട്ടറിലൊക്കെ നെറ്റ്വർക്ക് കണക്ട് ചെയ്യണമെങ്കിൽ ഈ കാർഡ് ഉണ്ടായിരിക്കണം. ഇപ്പോഴത്തെ മദർ ബോർഡിലെല്ലാം ഈ കാർഡ് മദർ ബോർഡിൽ തന്നെ ഇൻബിൽഡ് വരുന്നത്, അതുകൊണ്ട് നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്യേണ്ട. പഴയ മദർ ബോർഡിന്റെ കേസിലാണെങ്കിൽ നമ്മൾ ഈ കാർഡ് ആഡ് ചെയ്തിട്ട് ഈ കാണുന്നില്ലേ, ഇവിടെ നമ്മൾ എന്ത് ചെയ്യും, ലാൻഡ് കേബിൾ കണക്ട് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ നെറ്റ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന നെറ്റ്വർക്ക് ഇന്റർഫേസ് കാർഡ്, നെറ്റ്വർക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന കാർഡ്. അതാണ് നെറ്റ്വർക്ക് ഇന്റർഫേസ് കാർഡ് എന്ന് പറയുന്നത്. ഒന്നോർക്കണം, ഇപ്പോഴത്തെ മദർ ബോർഡിൽ ഇതെല്ലാം ഇൻബിൽഡ് ആയിട്ടാണ് വരുന്നത്. Network NIC stands for Network Interface Card. NIC is a hardware component used to connect a computer with another computer up to a network. ഒരു കമ്പ്യൂട്ടർ മറ്റൊരു കമ്പ്യൂട്ടറിലേക്ക് നെറ്റ്വർക്ക് വഴി കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ്. ഇറ്റ് ക്യാൻ സപ്പോർട്ട് എ ട്രാൻസ്ഫർ റേറ്റ് ഓഫ് 100 to 10 to 1000 Mbps. നമ്മളിപ്പോൾ അധികം കാണുന്നത് 100 Mbpsന്റെ ആണ്, പക്ഷെ ജിഗാബിറ്റിന്റെ 1000 Mbpsന്റെയും വന്നിട്ടുണ്ട്. The MAC address or physical address is encoded in the network card chip, which is assigned by the IEEE to identify the network card uniquely. MAC address എന്നൊരു അഡ്രസ് ഉണ്ട് ഈ നെറ്റ്വർക്ക് കാർഡ് ഇന്റർഫേസിന്. ആ നിങ്ങളുടെ നെറ്റ്വർക്ക് കാർഡിലുള്ള ആ അഡ്രസ്സ് ലോകത്തൊരാൾക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പം നിങ്ങൾ നെറ്റ് ആക്സസ് ചെയ്യുമ്പം ആ അഡ്രസ്സ് വെച്ച് ആ ആളാരാന്ന് നമുക്ക് യുണീക്ക് ആയിട്ട് തിരിച്ചറിയാൻ സാധിക്കും. അതാണ് മാക് അഡ്രസ് എന്ന് പറയുന്നത്. ഈ മാക് അഡ്രസ് വെച്ച് നമുക്ക് നമ്മൾ എന്തെങ്കിലും ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ ആ വ്യക്തിനെ ട്രാക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമ്മുടെ എല്ലാ ഡിവൈസും ഉണ്ട്. ഇപ്പം നിങ്ങളുടെ ഫോണിൽ ഇപ്പോൾ വൈഫൈ ഉണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലും ഈ മാക് അഡ്രസ് ഉണ്ട്. ആ മാക് അഡ്രസ് വെച്ചാണ് പല ആപ്ലിക്കേഷനും ആ ഫോണിനെ തിരിച്ചറിയുന്നത്. ഇപ്പം വാട്സപ്പിൽ നമ്മൾ വെരിഫൈ ചെയ്യുമ്പോൾ ഈ മാക് അഡ്രസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട് ഇപ്പോഴും. അടുത്ത് നമുക്ക് പഠിക്കാനാണ് ഹബ്. ഹബ് എന്നത് കാണിച്ചു തരാം, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നിങ്ങൾ ഈ സാധനം പല സ്ഥലത്തും കണ്ടില്ല, കുറെ ലൈറ്റ് മിന്നി കളിക്കുന്ന ഒരു സാധനം. ഇതാണ് ഹബ് എന്ന് പറയുന്നത്. ഇതെന്ത് ചെയ്യും, ഇപ്പം ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഉണ്ടെങ്കിൽ ആ നെറ്റ്വർക്കിലേക്ക് കുറെ കമ്പ്യൂട്ടർ കണക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, മെയിൻ കണക്ഷൻ ഈ ഹബിലേക്ക് കൊടുക്കും. ഈ ഹബിന് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് ബാക്കി കമ്പ്യൂട്ടറിലേക്ക് കേബിൾ കണക്ട് ചെയ്യും. അതിനാണ് ഹബ് യൂസ് ചെയ്യുന്നത്. ഹബ് ഈസ് എ ഹാർഡ്വെയർ ഡിവൈസ് ദാറ്റ് ഡിവൈഡ്സ് ദി നെറ്റ്വർക്ക് കണക്ഷൻ എമംഗ് മൾട്ടിപ്പിൾ ഡിവൈസസ്. അതായത് ഹബ് എന്ന് പറയുന്നത് ഒരു ഹാർഡ്വെയർ ഡിവൈസ് ആണ്. അത് നെറ്റ്വർക്ക് കണക്ഷൻ എന്ത് ചെയ്യും, ആ നെറ്റ്വർക്കിനെ എന്ത് ചെയ്യും, സ്പ്ലിറ്റ് ചെയ്യും. എന്നിട്ട് പല കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്യും. നമ്മളിപ്പം ഒരൊറ്റ കണക്ഷൻ ഇപ്പം നെറ്റ്വർക്കിൻ്റെ ഉള്ളും വിചാരിച്ചോ, മെയിൻ കണക്ഷൻ വരുന്നത്, അതിനെ സ്പ്ലിറ്റ് ചെയ്ത് പല കമ്പ്യൂട്ടറിലേക്ക് കൊടുക്കും. അന്നേരം എല്ലാ കമ്പ്യൂട്ടറിലേക്കും നമുക്ക് നെറ്റ്വർക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഹബ് ഉണ്ടെങ്കിൽ. വെൻ കമ്പ്യൂട്ടർ റിക്വസ്റ്റസ് ഫോർ സം ഇൻഫോർമേഷൻ ഫ്രം എ നെറ്റ്വർക്ക്, ഇറ്റ് ഫസ്റ്റ് സെൻഡ്സ് ദ റിക്വസ്റ്റ് ടു ദി ഹബ് ത്രൂ ദി കേബിൾ. കേബിൾ വഴി എന്ത് ചെയ്യും, ഹബിലേക്ക് റിക്വസ്റ്റ് കൊടുക്കും കമ്പ്യൂട്ടർ എന്തെങ്കിലും ഇൻഫർമേഷൻ ചോദിക്കുമ്പോൾ. അന്നേരം ആ ഹബിന് അത് ആ റിക്വസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും, മറ്റേ കമ്പ്യൂട്ടറിലേക്ക് പോയി അവിടുന്ന് പ്രോസസ്സ് ചെയ്ത് നമുക്ക് ഹബ് വഴി തന്നെ തിരിച്ചു കിട്ടും. അതാണ് ഹബിൻ്റെ ഉള്ളിൽ നമ്മൾ നടക്കുന്നത്. ഇത് നിങ്ങൾ മിക്ക ലാബിലും എല്ലായിടത്തോട്ടും കാണും, കുറേ ലൈറ്റ് മിന്നി കളിക്കുന്ന ഒരു ഡിവൈസ് കാണാൻ നിങ്ങൾക്ക് ഇടയ്ക്ക്. അധികം 8 പോർട്ടാണ് വരുന്നത്. ഞാനിപ്പോൾ ഈ ഫിഗർ കാണിച്ചിരിക്കുന്ന 8 പോർട്ടാണ്. ഇത് നിങ്ങൾ പല സ്ഥലത്തും കണ്ടിട്ടുണ്ടാവും. ഇനി അടുത്താണ് സ്വിച്ച്. എ സ്വിച്ച് ഈസ് എ ഹാർഡ്വെയർ ഡിവൈസ് ദാറ്റ് കണക്ട്സ് മൾട്ടിപ്പിൾ ഡിവൈസ് ഓൺ എ
കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്. നേരത്തെ പറഞ്ഞത് തന്നെ എന്താണ്? സ്വിച്ച് ഈസ് എ ഹാർഡ്വെയർ ഡിവൈസ് ദാറ്റ് കണക്ട്സ് മൾട്ടിപ്പിൾ ഡിവൈസ് ഓൺ നെറ്റ്വർക്ക്. ഒരു നെറ്റ്വർക്കിലുള്ള മൾട്ടിപ്പിൾ ഡിവൈസിനെ കണക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് സ്വിച്ച് എന്ന് പറയുന്നത്. എ സ്വിച്ച് കണ്ടെയ്ൻസ് മോർ അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് ദാൻ ഹബ്. അതാണ് ഇതിന്റെ മറ്റേതിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. സ്വിച്ചിന് കുറച്ച് ഫീച്ചേഴ്സ് കൂടുതലുണ്ടെന്ന്. ദ സ്വിച്ച് കണ്ടെയ്ൻസ് അപ്ഡേറ്റ് ടേബിൾ ദാറ്റ് ഡിസൈഡ്സ് വേർ ദ ഡാറ്റ ഈസ് ട്രാൻസ്മിറ്റഡ് ഓർ നോട്ട്. സ്വിച്ച് ഡെലിവേഴ്സ് ദ മെസ്സേജ് ടു ദി കറക്റ്റ് ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ഓൺ ദ ഫിസിക്കൽ അഡ്രസ് പ്രസന്റ് ഇൻ ദി ഇൻകമിംഗ് മെസ്സേജസ്. ഹബിന്റെ കേസിൽ നമ്മൾ ഡാറ്റ നമ്മളിപ്പോൾ ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാ ഡിവൈസിലേക്കും ആ ഡാറ്റ പോകും. അതേസമയം സ്വിച്ച് ആകുമ്പം നമ്മളിപ്പം ഡാറ്റ അയക്കുമ്പം ഡാറ്റ ചെല്ലേണ്ട കമ്പ്യൂട്ടറിന്റെ ഒരു ഫിസിക്കൽ അഡ്രസ്സും എന്തായിരുന്നു ഡീറ്റെയിൽസ് എല്ലാം കൂടി ആ ഡാറ്റയിൽ മെൻഷൻ ചെയ്തിട്ടാണ്. ഇപ്പം എനിക്കിപ്പോൾ ഒന്നാമത്തെ കമ്പ്യൂട്ടറിൽ നിന്ന് മൂന്നാമത്തെ കമ്പ്യൂട്ടറിലേക്ക് ഡാറ്റ അയക്കണം എന്ന് വിചാരിച്ചോ, അന്നേരം ആ മെസ്സേജിന്റെ കൂടെ എത്രാമത്തെ കമ്പ്യൂട്ടറിലേക്കാണ് അതിന്റെ അഡ്രസ്സ് എല്ലാം കൂടെ ആ ഡാറ്റയിൽ എംബഡ് ചെയ്തിട്ടുണ്ടാവും. അന്നേരം ആ ഒരു പ്രത്യേക കമ്പ്യൂട്ടറിലേക്ക് മാത്രമേ ഡാറ്റ ചെല്ലുകയുള്ളൂ. അന്നേരം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഡാറ്റയ്ക്ക് കുറച്ചും കൂടെ സേഫ്റ്റി ഉണ്ടെന്ന്. അതുപോലെ തന്നെ നമുക്ക് കുറച്ചും കൂടെ സ്പീഡ് കിട്ടും. കാരണം മറ്റേത് ഹബിന്റെ കേസിലാകുമ്പം ഇങ്ങനത്തെ ഒരു ഫീച്ചർ ഇല്ല, എല്ലാവർക്കും കൂടെ ചെല്ലുകയാണ് ചെയ്യുന്നത്, ആ ഒരു പ്രത്യേക കമ്പ്യൂട്ടറിലേക്കല്ല ചെല്ലുന്നത്. അന്നേരം അതിന് കുറച്ചും കൂടെ സ്പീഡിലേ വരും. ഇറ്റ് ഇൻക്രീസസ് ദ സ്പീഡ് ഓഫ് ദി നെറ്റ്വർക്ക്. അതുപോലെ തന്നെ സ്വിച്ച് യൂസ് ചെയ്യുകയാണെങ്കിൽ നേരിട്ട് ഡയറക്റ്റ് കണക്ഷൻ ബിറ്റ്വീൻ കമ്പ്യൂട്ടേഴ്സ് നമുക്ക്, അല്ലെങ്കിൽ സോഴ്സ് ആൻഡ് ഡെസ്റ്റിനേഷൻ നേരിട്ട് ഒരു കണക്ഷൻ ഉണ്ടായിരിക്കും. ദെർഫോർ വി ക്യാൻ സേ ദാറ്റ് ദ സ്വിച്ച് പ്രൊവൈഡ്സ് ഡയറക്റ്റ് കണക്ഷൻ ബിറ്റ്വീൻ ദ സോഴ്സ് ആൻഡ് ഡെസ്റ്റിനേഷൻ. സ്വിച്ചിന്റെ ഫോട്ടോ കാണിച്ചില്ലല്ലോ അല്ലേ? ഇതൊരു സ്വിച്ച് ആണ്, മറ്റേ പോലെ തന്നെ, പക്ഷേ കുറച്ച് അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് ഉള്ളതുകൊണ്ട് കുറച്ച് വലുപ്പമുണ്ട്, കുറച്ചും റേറ്റ് കൂടുതലാണ്. മറ്റേതിന് ഇത്രയും റേറ്റ് ഒന്നും ഇല്ല. നമുക്ക് അടുത്ത് പഠിക്കാനുള്ളതാണ് റൂട്ടർ. എ റൂട്ടർ ഈസ് എ ഹാർഡ്വെയർ ഡിവൈസ് വിച്ച് ഈസ് യൂസ്ഡ് ടു കണക്ട് എ ലാൻ വിത്ത് ആൻ ഇന്റർനെറ്റ് കണക്ഷൻ. ഒരു ലാൻ ഉണ്ടെങ്കിൽ, നമ്മുടെ ഇപ്പോൾ ഒരു ഓഫീസിൽ ഒരു ലാൻ നെറ്റ്വർക്ക് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ ഇന്റർനെറ്റിലേക്ക് കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡിവൈസ് ആണ് റൂട്ടർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു റിസീവ്, അനലൈസ് ആൻഡ് ഫോർവേഡ് ഇൻകമിംഗ് പാക്കറ്റ്സ് ടു അനദർ നെറ്റ്വർക്ക്. അതായത് ഇത്ര മനസ്സിലാക്കിയത്, ഡാറ്റ അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസ് ആണ് റൂട്ടർ എന്ന് പറയുന്നത്. ഇറ്റ് ഡിറ്റർമിൻസ് ദി ബെസ്റ്റ് പാത്ത് ഫോർ ദി അവൈലബിൾ പാത്ത് ഫോർ ദ ട്രാൻസ്മിഷൻ ഓഫ് ദി പാക്കറ്റ്. അതായത് ഡാറ്റ അയക്കുമ്പം ഏറ്റവും നല്ല സുഗമമായി പോകാൻ പറ്റുന്ന വഴി റൂട്ടർ തന്നെ കണ്ടുപിടിക്കുന്നു. അതിനകത്ത് റൂട്ടിംഗ് ടേബിൾ, റൂട്ടിംഗ് അൽഗോരിതം ഒക്കെ ഉണ്ട്. അതുവഴി അവരെന്ത് ചെയ്യും, ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എങ്ങനെ ചെല്ലാൻ പറ്റുന്നത് അവർ തീരുമാനിക്കും. അന്നേരം കുറച്ചും കൂടെ സ്പീഡും എഫിഷ്യൻസിയും ആ നെറ്റ്വർക്കിന് കൂടുതലുണ്ടായിരിക്കും. നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല പല സ്ഥലത്തും. ഇതൊരു റൂട്ടറാണ്, വൈഫൈ റൂട്ടറാണ്. അഡ്വാൻറ്റേജ് ആണ്, സെക്യൂരിറ്റി കൂടുതലായിരിക്കും. കാരണം ഇത് കറക്റ്റ് ഡെസ്റ്റിനേഷനിലേക്കായിരിക്കും അയക്കുന്നത്, ഡാറ്റ അയക്കുന്ന ഡെസ്റ്റിനേഷനിലേക്ക്. അതുപോലെ തന്നെ ബെസ്റ്റ് പാത്ത് ചെയ്താണ് പോകുന്നത്. റിലയബിലിറ്റിയും കൂടുതലായിരിക്കും, പെർഫോമൻസ് കൂടുതലായിരിക്കും, നെറ്റ്വർക്ക് റേഞ്ചും കൂടുതലായിരിക്കും. അതേപോലെ വിശ്വാസ്യത കുറച്ചും കൂടെ കൂടുതലായിരിക്കും. The server has stopped functioning, network goes down, but no other networks are affected that served by the router. ഒരു സെർവർ പോയിട്ടുണ്ടെങ്കിൽ ആ സെർവറെ പോകുള്ളൂ, ബാക്കി എല്ലാം ഒന്നും പോകില്ല. റിലയബിലിറ്റി ഉണ്ടാവും, പെർഫോമൻസും കൂടുതലായിരിക്കും. മോഡം. A modem is a hardware device that allows the computer to connect internet over existing telephone line. നമ്മൾ പഴയ ടെലിഫോൺ ലൈൻസ് ഇല്ല, ലാൻഡ് ഫോൺ ലൈൻ, അത് ഉപയോഗിച്ച് കമ്പ്യൂട്ടറിലേക്ക് നെറ്റ് കണക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന ഡിവൈസ് ആണ് മോഡം എന്ന് പറയുന്നത്. ഇപ്പം മോസ്റ്റ് ഓഫ് കേസസിൽ നമ്മൾ ഉപയോഗിക്കുന്നില്ല. ഇപ്പോഴത്തെ റൂട്ടറിൽ ഇത് ഇൻബിൽഡ് ആയിട്ട് വരുന്നുണ്ട്. മീൻസ് നമ്മൾ ലാൻഡ് ലൈൻ കൊടുത്തിട്ടുണ്ടെങ്കിലും, ലാൻഡ് ഫോണിന്റെ ലൈൻ കൊടുത്തിട്ടുണ്ടെങ്കിലും നമുക്ക് അതൊരു ഇന്റർനെറ്റ് ആക്സസ് ചെയ്യാൻ സാധിക്കും റൂട്ടിലേക്ക് കണക്ട് ചെയ്തിട്ട്. മോഡം ഈസ് എ ഹാർഡ്വെയർ ഡിവൈസ് ദാറ്റ് അലൗസ് കമ്പ്യൂട്ടർ ടു കണക്ട് ടു ദി ഇന്റർനെറ്റ് ഓവർ എക്സിസ്റ്റിംഗ് ടെലിഫോൺ ലൈൻ. ടെലിഫോൺ ലൈൻ ഉപയോഗിച്ച് നമുക്ക് ഇന്റർനെറ്റ് ആക്സസ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഡിവൈസ് ആണ് മോഡം. എ മോഡം ഈസ് നോട്ട് ഇന്റഗ്രേറ്റഡ് വിത്ത് ദി മദർ ബോർഡ്, റാദർ ദാൻ ഇറ്റ് ഈസ് ഇൻസ്റ്റാൾഡ് ഓൺ PCI സ്ലോട്ട് ഫൗണ്ട് ഓൺ ദി മദർ ബോർഡ്. മദർ ബോർഡിന്റെ PC സ്ലോട്ടിൽ ഒന്നെങ്കിൽ ചിലപ്പോൾ ഇൻസ്റ്റാൾ ചെയ്ത് വരാം, ഇൻസ്റ്റാൾ ചെയ്യാതെ വരും. പക്ഷേ നമ്മുടെ ലാപ്ടോപ്പിന്റെ കേസിൽ ചില കമ്പ്യൂട്ടർ നമുക്ക് മോഡ് ഇൻബിൽഡ് ആയിട്ട് വരുന്നുണ്ട്. ഇപ്പോഴത്തെ ലാപ്ടോപ്പിൽ കുറവാണ്. പഴയ കുറച്ച് ലാപ്ടോപ്പിലൊക്കെ നമുക്ക് RJ45 ഒപ്പം RJ11 RJ11 ആണ് നമ്മുടെ പഴയ ടെലിഫോൺ ലൈനിന്റെ ആ പിന്നിനെ പറയുന്നത്. RJ45 ലാൻഡ് പോർട്ടിന്റെ പേരാണ്. രണ്ടും ഉണ്ടായിരിക്കുന്നു. ഇപ്പോഴത്തെ കേസിൽ ഇതൊക്കെ കുറഞ്ഞു. ഇപ്പൊ എല്ലായിടത്തും ലാൻഡ് പോർട്ട്, ലോക്കൽ ഏരിയ നെറ്റ്വർക്കിന്റെ പോർട്ട് പോലും ഒഴിവായിക്കൊണ്ടിരിക്കുകയാണ്.
അതുപോലെ തന്നെ ഇറ്റ് സ്റ്റാൻഡ് ഫോർ മോഡുലേറ്റർ ആൻഡ് ഡീമോഡുലേറ്റർ. ഇറ്റ് കൺവേർട്സ് ഡിജിറ്റൽ ഡാറ്റ ഇൻറ്റു അനലോഗ് സിഗ്നൽ ഓവർ ദ ടെലിഫോൺ ലൈൻ. അതായത് ഈ ടെലിഫോൺ ലൈനിൽ കൂടെ, നമ്മൾ പഴയ ടെലിഫോൺ ലൈനിൽ കൂടെ സിഗ്നൽ പോകുന്നത് അനലോഗ് ആയിട്ടാണ്. പക്ഷെ നമ്മുടെ കമ്പ്യൂട്ടറിലെ ഡാറ്റാസ് ഒക്കെ എന്താ, ഡിജിറ്റലാണ്. ഈ മോഡം എന്ത് ചെയ്യും, ഡിജിറ്റൽ ഡാറ്റനെ അനലോഗ് ആക്കി മാറ്റി കേബിളിൽ കൂടെ കടത്തിവിടും. അതുപോലെ തന്നെ വരുന്ന സിഗ്നലിന്, അനലോഗ് സിഗ്നലിന് എന്ത് ചെയ്യും, കൺവേർട്ട് ചെയ്ത് ഡിജിറ്റലാക്കി കമ്പ്യൂട്ടറിന് കൊടുക്കുകയും ചെയ്യും. Based on differences speed of transmission rate, the modem can be classified into the following categories: standard PC modem or dial-up modem, cellular modem, cable modem. Cellular modem ഏകദേശം നമുക്ക് ഈ നെറ്റ് സെറ്റർ അല്ല, അതിന്റെ കാറ്റഗറി പെടുത്താം. ഡയലപ്പ് മോഡം എന്ന് പറയുന്ന വേറൊരു കാറ്റഗറിയാണ്. ഡയൽ ചെയ്തിരുന്ന ഒരു നമ്പറിലേക്ക് ഡയൽ ചെയ്തിട്ട് കണക്ട് ചെയ്യുന്നതാണ്, കുറച്ച് സമയം എടുക്കും കണക്ട് ചെയ്യാൻ. കേബിൾ മോഡം, കേബിൾ വഴി കണക്ട് ചെയ്യുന്ന മോഡം. ഇനി അടുത്താണ് ബ്രിഡ്ജ്. A bridge operates at a data link layer. A bridge is a repeater with add-on the functionality of filtering and content by reading MAC address or source and destination. It is also used for interconnecting two LANs networking on the same protocol. It has a single port and a single output port, thus making it is a two-port device. ഇപ്പം ഇതിന്റെ ബ്രിഡ്ജ് എന്ന് പറയുന്ന പാലം, മലയാളത്തിൽ പറഞ്ഞാൽ ഒരേ പ്രോട്ടോകോൾ ഉപയോഗിക്കുമ്പോൾ രണ്ട് നെറ്റ്വർക്ക് ഉണ്ടെങ്കിൽ അതിനെ പരസ്പരം കണക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. നമ്മളിപ്പം രണ്ട് ഓഫീസ് ഉണ്ട്, രണ്ട് ഓഫീസിൽ മീൻസ് ഒരു ഓഫീസിന് രണ്ട് ബ്രാഞ്ച് ഉണ്ട്, ആ ബ്രാഞ്ച് തമ്മിൽ പരസ്പരം കണക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് ബ്രിഡ്ജ് ഉപയോഗിക്കാം. ഒരു ബ്രിഡ്ജിൽ അതൊരു ടു പോർട്ട് ഡിവൈസ് ആണ്. ഇത് കണക്ട് കഴിയുമ്പോൾ എന്ത് ചെയ്യും, രണ്ടും കൂടെ പാലം വഴി കണക്ട് ആവുന്നതുകൊണ്ട് രണ്ടും കൂടെ കണക്റ്റഡ് ആയിരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. ഗേറ്റ് വേ എന്ന് പറയുന്നത് ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഡിഫറെന്റ് പ്രോട്ടോകോൾ ഉപയോഗിക്കുന്ന നെറ്റ്വർക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഗേറ്റ് വേ എന്ന് പറയുന്നത്. ഗേറ്റ് വേസ് ആർ ഓൾസോ കോൾഡ് പ്രോട്ടോകോൾ converts and can operate at any network layer. Gateway generally more complex than switch or router. ഗേറ്റ് വേ കുറച്ചുകൂടെ കോംപ്ലക്സ് ആയിരിക്കും, അതിന്റെ സിഗ്നൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൺവേർട്ട് ചെയ്യാനും പ്രോട്ടോകോൾ കൺവേർട്ട് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്നതാണ് ഗേറ്റ് വേ എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് ഇത്ര ഓർത്താൽ മതി, രണ്ട് ഡിഫറൻറ്റ് നെറ്റ്വർക്കിനെ കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് ഗേറ്റ് വേ. ബ്രിഡ്ജ് എന്ന് പറയുമ്പോൾ രണ്ട് സെയിം നെറ്റ്വർക്കിനെ കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ്, സെയിം പ്രോട്ടോകോൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്, ഇതിനെ കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. അടുത്ത പഠിക്കാനുള്ളതാണ് OSI മോഡൽ എന്ന് പറയുന്നത്. OSIന്റെ ഫുൾ ഫോം ഓപ്പൺ സിസ്റ്റം ഇന്റർകണക്ട്. ഇതൊരു മോഡൽ മാത്രമാണ്. ഈ മോഡൽ നമുക്ക് എന്താ പറഞ്ഞു തരുന്നത്, ഹൗ ദ ഇൻഫർമേഷൻ ഫ്രം എ സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ ഇൻ വൺ കമ്പ്യൂട്ടർ മൂവ്സ് ത്രൂ എ ഫിസിക്കൽ മീഡിയം ടു ദി സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ ഇൻ അനദർ കമ്പ്യൂട്ടർ. അതായത് ഒരു കമ്പ്യൂട്ടറിലെ സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷനിൽ നിന്നുള്ള വിവരങ്ങൾ ഒരു ഫിസിക്കൽ മീഡിയ എന്ന് പറയുമ്പോൾ നമ്മൾ കേബിൾ അങ്ങനത്തെ ഇല്ലേ, അതിലൂടെ മറ്റൊരു കമ്പ്യൂട്ടറിലെ സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷനിലേക്ക് എങ്ങനെ നീങ്ങുന്നു, എങ്ങനെ മൂവ് ചെയ്യുന്നു എന്നാണ് ഈ മോഡൽ നമുക്ക് പറഞ്ഞു തരുന്നത്. അതാണ് OSI മോഡൽ, ഓപ്പൺ സിസ്റ്റം ഇന്റർകണക്ഷൻ എന്ന് പറയുന്നത്. OSI കൺസിസ്റ്റ് ഓഫ് 7 ലെയേഴ്സ്. 7 ലെയർ ആണ് ഇതിനകത്തുള്ളത്, നമുക്ക് ആ 7 ലെയറും പഠിക്കാനുണ്ട്. OSI മോഡൽ വാസ് ഡെവലപ്ഡ് ബൈ ദി ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡർഡൈസേഷൻ. ISO OSI മോഡൽ എന്നാണ് ഇതിന് പറയുന്നത് കേട്ടോ ശരിക്കും. അപ്പോൾ അതിൻ്റെ ഫുൾ ഫോം എന്ന ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡർഡൈസേഷൻ ഇൻ 1984. ഇനിയിപ്പോൾ നമുക്ക് ഓരോ ലെയർ നമുക്ക് എടുത്തു നോക്കാം എന്താന്ന്. ലെയേഴ്സ് ആയിട്ടതാണ് ആപ്ലിക്കേഷൻ ലെയർ. ആപ്ലിക്കേഷൻ ലെയർ ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, യൂസർക്ക് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങളിപ്പം ഒരു ഇന്റർഫേസ് കാണുന്നില്ലേ, ഞാനിപ്പോൾ ഇതിനകത്ത് ഇപ്പം outlook.com എടുത്തു. ഇപ്പം ഈ ഒരു ഇന്റർഫേസ് നമുക്ക് തരുന്ന ഏതാണ്, ആപ്ലിക്കേഷൻ ലെയർ. നമ്മൾ ഉപയോഗിക്കുന്ന ആ ഇന്റർഫേസ് UI കാണുകയല്ലേ, യൂസർ ഇന്റർഫേസ്, അതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ആപ്ലിക്കേഷൻ ലെയർ. അതിൻ്റെ ആ സർവീസ് നമുക്ക് പറഞ്ഞു തരുകയാണ്. ഈ പ്രസന്റേഷൻ ലെയർ എന്ത് ചെയ്യുന്നത്, ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ട്രാൻസ്ലേഷൻ, കംപ്രഷൻസ് ആൻഡ് എൻക്രിപ്ഷൻ. പ്രസന്റേഷൻ ലെയർ എന്ത് ചെയ്യും, നമ്മളിപ്പോൾ ഡാറ്റ മറ്റൊരു സിസ്റ്റത്തിലേക്ക് അയക്കുവാണെങ്കിൽ അത് കംപ്രസ് ചെയ്യും, അല്ലെങ്കിൽ എന്ത് ചെയ്യും, കംപ്രസ് ചെയ്യുമ്പോൾ വെച്ചാൽ ചെറുതാക്കും സൈസ്, അല്ല എൻക്രിപ്റ്റ് ചെയ്യും പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി. നിങ്ങൾ വാട്സപ്പിലൊക്കെ ഉണ്ട് എൻഡ് ടു എൻഡ് എൻക്രിപ്റ്റഡ് എന്നൊക്കെ കാണിക്കാറില്ലേ, അതെന്താ, അയക്കുന്ന ആൾക്കും റിസീവ് ചെയ്യുന്ന ആൾക്കും മാത്രമല്ല കാണാൻ പറ്റുള്ളൂ. അപ്പം ഞാനിപ്പം എൻ്റെ ഫോണിൽ നിന്ന് എൻക്രിപ്റ്റ് ചെയ്ത് പോകുന്ന ഒരു ഡാറ്റ അപ്പുറത്തെ ആൾക്ക് ചെല്ലുമ്പോൾ എന്ത് ചെയ്യും, അത് ഡീക്രിപ്റ്റ് ചെയ്തെടുക്കും, പഴയ രീതിയിലേക്ക് മാറ്റിയെടുക്കും. അതിൻ്റെ ഫംഗ്ഷനാണ് പ്രസന്റേഷൻ ലെയർ ചെയ്യുന്നത്. സെഷൻ ലെയർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് യൂസ്ഡ് ടു എസ്റ്റാബ്ലിഷ്, മാനേജ്, ടെർമിനേറ്റ് സെക്ഷൻസ്. ഈ നിങ്ങളിപ്പം ചില സമയത്ത് ഈ കമ്പ്യൂട്ടറിൽ ലോഗിൻ ചെയ്യുന്ന സമയത്ത് കണ്ടിട്ടില്ല, നിങ്ങൾ യൂസർ നെയിമും പാസ്വേഡ് അടിച്ച് ലോഗിൻ ചെയ്യും, അത് കഴിയുമ്പം പിന്നീട് അത് തന്നെ ഒന്നുകൂടെ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ പിന്നെയും സൈൻ ഇൻ ചെയ്യാൻ കാണിക്കുന്നില്ലേ, ആ സെക്ഷൻ ടൈംഡ് ഔട്ട് എന്ന് പറഞ്ഞ് കാണിക്കുക. നിങ്ങളിപ്പം ഫേസ്ബുക്കിലൊക്കെ ലോഗിൻ ചെയ്യുകയാണെങ്കിൽ ഒരു ഓപ്ഷൻ ഇല്ലേ,
സേവ് മീ എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ എന്താ ഒരു പ്രാവശ്യം ലോഗിൻ ചെയ്തു, കട്ട് ചെയ്തിട്ട് പിന്നെ കയറുമ്പോൾ പാസ്വേഡ് ചോദിക്കും, ആ സെഷൻ എന്തായി കട്ടായിപ്പോയി, അത് സേവ് ആയിട്ടില്ല. ഇങ്ങനത്തെ ഫംഗ്ഷനാണ് സെഷൻ ലെയർ ചെയ്യുന്നത്. എന്ത് ചെയ്യുന്നത്, ആ സെഷൻസ് മാനേജ് ചെയ്യുക, എസ്റ്റാബ്ലിഷ് ചെയ്യുക, കട്ട് ചെയ്യുക, ഇതൊക്കെയാണ് സെഷൻ ലെയർ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും നന്നായിട്ട് അറിയണമെങ്കിൽ വേറൊരു എക്സാമ്പിൾ ഇന്റർനെറ്റ് ബാങ്കിങ്ങിന്റെ കേസസ് തന്നെ എടുത്ത് നോക്കുക. ഇത് സെഷൻ ലെയർ വളരെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കേസാണ്. നമ്മളിപ്പം ഇന്റർനെറ്റ് ബാങ്കിങ്ങിൽ ലോഗിൻ ചെയ്തിട്ട് നമ്മുടെ അക്കൗണ്ട് ലോഗിൻ ചെയ്തു, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു, കുറച്ചേരം ഉപയോഗിച്ചു, നമ്മളിപ്പോൾ ഉപയോഗിക്കാണ്ട് ഇരുന്നു വിചാരിച്ചോ, മീൻസ് വെറുതെ ഒന്നും ചെയ്യാതിട്ടുണ്ട്, കുറച്ചൊരു 5 മിനിറ്റ് വന്ന് കഴിയുമ്പോൾ നമ്മൾ ഒന്നുകൂടി ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ പറയും സെഷൻ ടൈമഡ് ഔട്ടായി, ഒന്നുകൂടി റീലോഗിൻ ചെയ്യണമെന്ന്. അത് സെക്യൂരിറ്റീൻ്റെ ഭാഗമാണ്. ഇതാണ് നമുക്ക് സെഷൻ ലെയർ പറയാനുള്ളത്. ഇനി അടുത്ത ട്രാൻസ്പോർട്ട് ലെയർ. ഇറ്റ് പ്രൊവൈഡ്സ് റിലയബിൾ മെസ്സേജസ് ഡെലിവറി ഫ്രം പ്രോസസ് ടു പ്രോസസ്. എന്ത് ചെയ്യുമേ, ഈ ട്രാൻസ്പോർട്ട് ലെയർ എന്ന് പറയുന്നത് എന്താ, ട്രാൻസ്പോർട്ടിങ്ങിനെ സംബന്ധിച്ച് വരുന്ന ലെയറാണ്. മെസ്സേജ് എങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു അതിനെ കൺട്രോൾ ചെയ്യുന്നതാണ് ട്രാൻസ്പോർട്ട് ലെയർ എന്ന് പറയുന്നത്. നെറ്റ്വർക്ക് ലെയർ എന്താ ചെയ്യുന്നത്, ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ മൂവിങ് പാക്കറ്റ് ഫ്രം സോഴ്സ് ടു ഡെസ്റ്റിനേഷൻ. ഈ ഡാറ്റാസ് ഇങ്ങനെ ഓരോരോ ചെറിയ പീസ് ആക്കി പാക്കറ്റ് പോലെ അയക്കുണ്ടാവുന്നത്, അത് നമ്മൾ എന്ത് ചെയ്യും, സോഴ്സ് ചെയ്യുന്ന ഡെസ്റ്റിനേഷൻ സെൻഡർ ചെയ്യുന്ന റിസീവറിലേക്ക് മൂവ് ചെയ്യും. അതിന് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നവരാണ് നെറ്റ്വർക്ക് ലെയർ ആണ് ചെയ്യുന്നത്. അതേസമയം ഡാറ്റ ലിങ്ക് ലെയർ ചെയ്യുന്നത് എന്താണ്, ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ എറർ കറക്ഷൻ. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഡാറ്റ ഇപ്പം അയക്കുക, ഇപ്പം എ എന്ന് പറയുന്ന ഡെസ്റ്റിനേഷനിൽ നിന്ന് എ എന്ന് പറയുന്ന സോഴ്സിൽ നിന്ന് ബി എന്ന് പറയുമ്പോൾ ഡെസ്റ്റിനേഷനിലേക്ക് അയക്കുവാൻ വിചാരിച്ചോ, സെൻഡർ അയക്കുകയാണെങ്കിൽ അപ്പുറത്ത് ചെന്ന് കഴിയുമ്പം ഞാൻ അയച്ചു തന്നെയാണ് അപ്പുറത്ത് കിട്ടിയെന്നൊരു ഉറപ്പാക്കണ്ടേ, എന്തെങ്കിലും എറർ ഉണ്ടോ, അല്ലെങ്കിൽ ഇപ്പം ഞാനിപ്പം 10 അയച്ചിട്ട് അപ്പുറത്ത് 11 ചെന്നതെന്ന് ചെക്ക് ചെയ്യണ്ടേ. കാരണം അയച്ചു തന്നെയാണ് എന്ന് അറിയാൻ വേണ്ടിയാണ് നമ്മൾ ഡാറ്റ ലിങ്ക് ലെയർ ഉപയോഗിക്കുന്നത്. അതുപോലെ ഫിസിക്കൽ ലെയർ എന്ന് പറയുന്നതാണ് ഫിസിക്കൽ മീഡിയം. എന്തിലൂടെയാണ് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്, അതിനെയാണ് ഫിസിക്കൽ മീഡിയം എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ സിഗ്നലൊക്കെ പാസ് ചെയ്യുന്ന മെയിനായിട്ട് നെറ്റ്വർക്കിൻ്റെ കേസിലാണെങ്കിൽ അധികം കേബിളാണ്, അല്ലെങ്കിൽ വയർലെസ് വഴി നമുക്ക് പറ്റും. പല ടൈപ്പ് വേവ്സ് ഇല്ലേ, റേഡിയോ വേവ്, മൈക്രോവേവ്, അങ്ങനെ പല വേവ്സ് ഉപയോഗിച്ച് പറ്റും. ഏറ്റവും വലിയ എക്സാമ്പിൾ പറയാൻ നമുക്ക് കേബിൾ തന്നെയാണ്. കേബിൾ വഴിയല്ല നമ്മൾ സിഗ്നൽ ഫിസിക്കലായിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അതാണ് ഫിസിക്കൽ ലെയറിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അടുത്ത് നിങ്ങൾക്ക് പഠിക്കാനുള്ളതാണ് TCP/IP മോഡൽ, ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ ഓർ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. TCP/IP പ്രോട്ടോകോൾ ആണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന OSI മോഡലിന് ശേഷമാണ്. പക്ഷേ OSI മോഡലിനോട് സെയിം അല്ല താനും, അതിൻ്റെതായ ഡിഫറൻസ് ഉണ്ട് ഇതിന്. അതിനകത്ത് മെയിനായിട്ട് 4 ലെയറുകളാണുള്ളത്: ആപ്ലിക്കേഷൻ ലെയർ, ട്രാൻസ്പോർട്ട് ലെയർ, ഇന്റർനെറ്റ് ലെയർ ആൻഡ് ഹോസ്റ്റ് ടു നെറ്റ്വർക്ക് ലെയർ. നമുക്ക് ഓരോന്ന് എന്താണെന്ന് പഠിക്കാം. ആദ്യമേ ഹോസ്റ്റ് ടു നെറ്റ്വർക്ക് ലെയർ. ഇറ്റ് ഈസ് ദ ലോവസ്റ്റ് ലെയർ ദാറ്റ് ഈസ് കൺസേൺഡ് വിത്ത് ദ ഫിസിക്കൽ ട്രാൻസ്മിഷൻ ഓഫ് മീഡിയ. TCP/IP does not specifically define any protocol here, but the supports all the standard protocols. അതായത് ഏറ്റവും അവസാനത്തെ ലെയർ ആണ്. അതുപോലെ തന്നെ ഫിസിക്കൽ മീഡിയത്തിലൂടെ എങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു എന്നതിൻ്റെ ഡിഫൈൻ ചെയ്യുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് ഇതിനകത്ത് വരുന്നത്. പ്രോട്ടോകോൾ എന്ന് പറയുന്നത് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണല്ലോ. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻ എടുത്ത് പറയുന്നില്ല, പക്ഷേ എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാ പ്രോട്ടോക്കോളും ഇത് സപ്പോർട്ട് ചെയ്യും. ജസ്റ്റ് ഇത്ര ഓർത്താൽ മതി, ഹോസ്റ്റ് ടു നെറ്റ്വർക്ക് ലെയറിൽ ഒരു ഫിസിക്കൽ മീഡിയത്തിലൂടെ എങ്ങനെ സിഗ്നൽസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു എന്നതിനെ കുറിച്ചാണ് ഈ ലെയറിൽ പറയുന്നത്. അതുപോലെ ഇന്റർനെറ്റ് ലെയർ എന്ന് പറയുന്നത് ഇറ്റ് ഡിഫൈൻസ് ദി പ്രോട്ടോകോൾസ് ഫോർ ലോജിക്കൽ ട്രാൻസ്മിഷൻ ഓഫ് ഡാറ്റ ഓവർ ദി നെറ്റ്വർക്ക്. ഇന്റർനെറ്റ് ദ മെയിൻ പ്രോട്ടോകോൾസ് ഇൻ ദിസ് ലെയർ ഈസ് ഇന്റർനെറ്റ് പ്രോട്ടോകോൾ IP ആൻഡ് ഇറ്റ് ഈസ് സപ്പോർട്ടഡ് ബൈ പ്രോട്ടോകോൾസ് ICMP, IGMP, RARP ആൻഡ് ARP. ഇന്റർനെറ്റ് ലെയറിൽ എന്താ പറയുക, നമ്മൾ സിഗ്നൽസ് ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള പ്രോട്ടോകോൾസ് ആണ് പറയുന്നത്. അതിനകത്ത് മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഏതാണ്, IP, ഇന്റർനെറ്റ് പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. അതുപോലെ ട്രാൻസ്പോർട്ട് ലെയറിൽ എന്താ, ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ എറർ ഫ്രീ എൻഡ് ടു എൻഡ് ഡെലിവറി ഓഫ് ഡാറ്റ. എറർ ഇല്ലാതെ സോഴ്സിൽ നിന്ന് ഡെസ്റ്റിനേഷനിലേക്ക് ഡാറ്റ എത്താൻ സഹായിക്കുന്ന ലെയറാണ് ട്രാൻസ്പോർട്ട് ലെയർ. അതിനെ കൺട്രോൾ ചെയ്യുന്നതാണ്. അതിനകത്ത് യൂസ് ചെയ്യുന്നതാണ് ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ, അതുപോലെ യൂസർ ഡാറ്റാഗ്രാം പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. ഈ ട്രാൻസ്പോർട്ട് ലെയറിൽ ഒരു ഫംഗ്ഷൻ കൂടി ഉണ്ട്. അതായത് ഞാനിപ്പോൾ ഡാറ്റ അയച്ചിട്ടുണ്ടെങ്കിൽ അപ്പുറത്ത് ഡാറ്റ ചെന്നു, ഞാൻ അയച്ച ഡാറ്റ തന്നെയാണോ അപ്പുറത്ത് ചെന്നതെന്നും കൂടെ ഉറപ്പാക്കേണ്ട കടമയും ഇതിനകത്ത് തന്നെയാണ് വരുന്നത്. അതുപോലെ ആപ്ലിക്കേഷൻ ലെയർ, ഇതാണ് നമ്മൾ ശരിക്കും കാണുന്ന ലെയർ എന്ന് പറയുന്നത്. നമ്മുടെ യൂസർ കാണുന്ന ഇന്റർഫേസ്, ആ ഇത് വരുന്നതാണ് ആപ്ലിക്കേഷൻ ലെയർ. ദിസ് ഈസ് ദി ടോപ്പ് മോസ്റ്റ് ലെയർ ആൻഡ് ഡിഫൈൻസ് ദി ഇന്റർഫേസ് ഓഫ് ദി ഹോസ്റ്റ് പ്രോഗ്രാം with the transport layer services. This layer includes high level of protocols like Telnet, DNS, HTTP, FTP, SMTP, etc. അത് യൂസ് ചെയ്യുന്ന പ്രോട്ടോകോൾസ് ആണ് പറയുന്നത്. HTTP, FTP, SMTP അങ്ങനത്തെ
കുറച്ച് ഹൈ ലെവൽ പ്രോട്ടോകോൾസ് ആണ് യൂസ് ചെയ്യുന്നത്. കാരണം സെക്യൂരിറ്റിയും എല്ലാം വരുന്നതിനകത്താണല്ലോ. അതുപോലെ ട്രാൻസ്മിറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ഫയൽ HTTP എന്ന് പറയുന്നത് എന്താ, ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. FTP എന്ന് പറയുന്നത് എന്താണ്, ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. അതുപോലെ SMTP എന്ന് പറയുന്നത് തന്നെ സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. അതുപോലെ DNS എന്ന് പറയുന്നത് എന്താ, ഡൊമൈൻ സർവീസ് എന്നൊക്കെ പറയുന്നതാണ്. അപ്പൊ ആപ്ലിക്കേഷൻ ലെയർ നിങ്ങൾ എത്ര ഓർത്താൽ മതി, നിങ്ങൾ കാണുന്ന യൂസർ ഇന്റർഫേസ് ഇല്ലേ അതിനെ കൺട്രോൾ ചെയ്യുന്നതാണ് ആപ്ലിക്കേഷൻ ലെയർ എന്ന് പറയുന്നത്. നിങ്ങളിപ്പം ജിമെയിൽ ഇപ്പോൾ ലോഗിൻ ചെയ്യുമ്പോൾ ജിമെയിൽ ഒരു ഇന്റർഫേസ് കാണുന്നില്ല, പാസ്വേഡും യൂസർ നെയിം പാസ്വേഡ് ചോദിക്കുന്നത്, ആ ഇന്റർഫേസ് ഒക്കെ കൺട്രോൾ ചെയ്യുന്നത് ആപ്ലിക്കേഷൻ ലെയറിലാണ്. അല്ല അവിടുന്ന് സിഗ്നൽസ് മീൻസ് ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്നൊക്കെ കൺട്രോൾ ചെയ്യുന്നത് ഈ ഒരു ലെയർ തന്നെയാണ്. TCP/IP refers to transmission control protocol. OSA refers to open system interconnection. TCP/IP has 4 layers, അത് 4 ലെയർ ഉണ്ട്. OSA ആണെങ്കിലോ 7 ലെയർ ഉണ്ട്. TCP/IP ആണ് കുറച്ചും കൂടെ റിലയബിൾ ആയിട്ടുള്ളത്. OSA ലെസ് റിലയബിൾ. TCP/IP does not have a very strict boundaries. OSA has strict boundaries. TCP/IP follow horizontal approach. OSA follows a vertical approach. ഇത് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി, ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. വളരെ എളുപ്പമുള്ള കുറച്ച് പോയിന്റ്സ് പഠിച്ചു വെക്കുക. ഇത്രയാണ് നമുക്ക് TCP/IP എന്ന പ്രോട്ടോകോളിൽ പഠിക്കാറുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ എക്സാമിന് പഠിക്കുമ്പോൾ ഇത് ഓർത്ത് വെക്കണം. അത് കുറച്ച് പ്രോട്ടോകോൾസ് ഇല്ല, ആപ്ലിക്കേഷൻ ലെയർ ഉപയോഗിക്കുന്ന പ്രോട്ടോകോള്, ട്രാൻസ്പോർട്ട് ലെയർ ഉപയോഗിക്കുന്ന പ്രോട്ടോകോള്, ഇന്റർനെറ്റ് ലെയറിൽ ഉപയോഗിക്കുന്ന പ്രോട്ടോകോള്, ഹോസ്റ്റ് ടു നെറ്റ്വർക്ക് ലെയറിൽ ഉപയോഗിക്കുന്നത്. ഒരു 2 എക്സാമ്പിളും കുറഞ്ഞെങ്കിലും പഠിച്ചോ. കാരണം നിങ്ങൾക്ക് എന്താണ് സാധനം എഴുതുക, ആപ്ലിക്കേഷൻ ലെയർ എന്താണെന്ന് എഴുതുക, അതിനുശേഷം 2 എക്സാമ്പിൾ എഴുതുക, ട്രാൻസ്പോർട്ട് ലെയർ എന്താണെന്ന് എഴുതുക, അങ്ങനെ ഓരോന്നിന് എന്താണെന്ന് എഴുതുന്നതിന് ശേഷം എക്സാമ്പിൾ എഴുതുക. പിന്നെ ഇതിൻ്റെ ഹൈറാർക്കിൽ ഓർഡർ ഒന്ന് എഴുതി ഒന്ന് ബോക്സ് ആക്കി വെച്ചേക്കാം. ഇതുപോലെ തന്നെ നമ്മളിനി അടുത്ത് പഠിക്കാൻ പോകുന്നതാണ് ഡിജിറ്റൽ ടു അനലോഗ് കൺവേർഷനും. ഒരു കമ്പ്യൂട്ടറിൽ നിന്നുള്ള ഡാറ്റ നമ്മളിപ്പം അനലോഗ് കാരിയർ വഴി അയക്കുവാണെങ്കിൽ ആദ്യം എന്ത് ചെയ്യും, അനലോഗ് ഡാറ്റ ആയിട്ട് സിഗ്നൽ ആയിട്ട് അതിനെ കൺവേർട്ട് ചെയ്യും. അതായത് ഡിജിറ്റൽ ഡാറ്റ അനലോഗ് മീഡിയത്തിലൂടെ അയക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ഡിജിറ്റൽ ഡാറ്റേനെ അനലോഗ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. അതിനുശേഷം എന്ത് ചെയ്യും, ആ ഡിജിറ്റൽ ഡാറ്റ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി അനലോഗ് സിഗ്നലില്ലേ അതിനകത്ത് കുറച്ച് മോഡിഫിക്കേഷൻസ് ഒക്കെ വരുത്തും. നമുക്ക് 3 രീതിയിൽ മോഡിഫിക്കേഷൻസ് വരുത്താം. അതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. അതിനകത്ത് ഒന്നാമത്താണ് ആംപ്ലിറ്റ്യൂഡ് ഷിഫ്റ്റ് കീയിങ്. ഇൻ ദിസ് കൺവേർഷൻ ടെക്നിക് ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് അനലോഗ് കാരിയർ സിഗ്നൽ ഈസ് മോഡിഫൈഡ് ടു റിഫ്ലക്ട് ബൈനറി ഡാറ്റ. എന്ത് ചെയ്യും, ആംപ്ലിറ്റ്യൂഡിൽ അനലോഗ് സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്ത് ചെയ്യും, ഒന്ന് മോഡിഫൈ ചെയ്തിട്ട് എന്ത് ചെയ്യും, ബൈനറി ഡാറ്റ ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യും. അതാണ് ആംപ്ലിറ്റ്യൂഡ് ഷിഫ്റ്റ് കീയിങ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇതിനകത്ത് ഉപയോഗിക്കാൻ ഒരു ഡയഗ്രമാണ് ഇത്. ഡാറ്റ അതുപോലെ തന്നെ ASK ചെയ്ത ആംപ്ലിറ്റ്യൂഡ് ഷിഫ്റ്റ് കീയിങ് ചെയ്ത ശേഷമുള്ള ഡയഗ്രാം. നമുക്ക് നോട്ടിൻ്റെ കൂടെ ഞാൻ ഈ ഡയഗ്രാം കൂടെ ആഡ് ചെയ്യുന്നതാണ്. ഇനി അടുത്താണ് ഫ്രീക്വൻസി ഷിഫ്റ്റ് കീയിങ്. അനലോഗ് സിഗ്നലിൽ ഫ്രീക്വൻസി ഉണ്ടാവും, നമ്മൾ എന്ത് ചെയ്യും, ആ ഫ്രീക്വൻസീനെ നമ്മൾ മോഡിഫൈ ചെയ്യും. എന്തിനു വേണ്ടി, ആ ഡിജിറ്റൽ ഡാറ്റേനെ ഡിജിറ്റൽ അല്ലെങ്കിൽ ബൈനറി ഡാറ്റേനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി. ഇതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫ്രീക്വൻസി ഷിഫ്റ്റ് കീയിങ്ങിൽ ചെയ്യുന്നത്. അനലോഗ് സിഗ്നലിൻ്റെ ഫ്രീക്വൻസി നമ്മളൊന്ന് മോഡിഫൈ ചെയ്യും. അതുപോലെ തന്നെ ഫേസ് ഷിഫ്റ്റ് കീയിങ്. അനലോഗ് സിഗ്നലിൻ്റെ ഫേസ് നമ്മൾ മോഡുലേറ്റ് ചെയ്ത ശേഷം, അല്ലെങ്കിൽ മോഡിഫൈ ചെയ്ത ശേഷം ബൈനറി ഡാറ്റനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പക്ക രീതിയിലാക്കി എടുക്കും. അതാണ് ഫേസ് ഷിഫ്റ്റ് കീയിങ് എന്ന് പറയുന്നത്. നിങ്ങൾ ഇതിനകത്ത് ഡയഗ്രാം എന്തായാലും വരയ്ക്കണം. അതുപോലെ എന്താണ് ഇപ്പം ആംപ്ലിറ്റ്യൂഡ് ഷിഫ്റ്റ് കീയിങ് ആണെങ്കിൽ ഇതിന് അനലോഗ് സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡ് മോഡിഫൈ ചെയ്ത് ബൈനറി ഡാറ്റനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പാകത്തിനാക്കുന്ന, അതിൻ്റെ കൂടെ എന്ത് ചെയ്യുക, ഡയഗ്രാം കൂടെ വരച്ച് നോക്കുക. അങ്ങനെയാണ് ഇത് 3 ചെയ്യേണ്ടത്. നമ്മൾ ഇനി അടുത്ത പഠിക്കുന്നതാണ് അനലോഗ് ടു അനലോഗ് കൺവേർഷൻ. അനലോഗ് സിഗ്നൽസ് ആർ മോഡിഫൈഡ് ടു റെപ്രസെൻറ്റ് അനലോഗ് ഡാറ്റ. അനലോഗ് സിഗ്നലിനെ മോഡിഫൈ ചെയ്ത് എന്ത് ചെയ്യും, നമ്മൾ അനലോഗ് ഡാറ്റനെ റെപ്രസെൻറ്റ് ചെയ്യും. ഈ കൺവേർഷനാണ് നമ്മൾ എന്ത് പറയുന്നത്, മോഡുലേഷൻ എന്ന് വിളിക്കുന്നത്. ഈ മോഡുലേഷൻ എപ്പോഴാണ് വേണ്ടി വരുന്നത്, ബാൻഡ് പാസ് യൂസ് ചെയ്യുന്ന സമയത്ത്. ബാൻഡ് പാസ് എന്ന് വെച്ചാൽ ഒരു ഫിൽറ്ററാണ്. ആ ഫിൽറ്റർ എന്ത് ചെയ്യും, ഒരു സെർട്ടൈൻ ഫ്രീക്വൻസീസ് മാത്രം കടത്തിവിടും, അല്ലാത്ത നമ്മൾ എന്ത് ചെയ്യും, പ്രൊജക്റ്റ് ചെയ്യും. അനലോഗ് ടു അനലോഗ് കൺവേർഷൻ നമുക്ക് എന്ത് ചെയ്യും, 3 വഴിയിൽ ചെയ്യാൻ പറ്റും. ഇത്രയേ ഉള്ളൂ. അനലോഗ് ടു അനലോഗ് കൺവേർഷൻ ചെയ്യേണ്ട ചില കേസസ് വരും. അല്ലാതെ അനലോഗ് സിഗ്നലിനെ അനലോഗ് ഡാറ്റയായിട്ട് റെപ്രസെൻറ്റ് ചെയ്യേണ്ട അവസ്ഥ വരുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് മോഡുലേഷന്. അതിന് 3 ടെക്നിക്കാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. 3 ടെക്നിക്ക് എന്തൊക്കെയാണ്, ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ, ഫ്രീക്വൻസി മോഡുലേഷൻ, ഫേസ് മോഡുലേഷൻ. നമ്മൾ നേരത്തെ പഠിച്ചതിനായിട്ട് നല്ല സാമ്യമുണ്ട്. ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ നമ്മൾ എന്ത് ചെയ്യും, ഇൻ ദിസ് മോഡുലേഷൻ ദി ആംപ്ലിറ്റ്യൂഡ് ഓഫ് കാരിയർ സിഗ്നൽ ഈസ് മോഡിഫൈഡ് ടു റെപ്രസെൻറ്റ്
അല്ലെങ്കിൽ റിഫ്ലക്റ്റ് അനലോഗ് ഡാറ്റ. അനലോഗ് ഡാറ്റയെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യും, ആ സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ഒന്ന് മോഡുലേറ്റ് ചെയ്യും. അതാണ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷനിൽ നടക്കുന്നത്. ഇനി അടുത്താണ് ഫ്രീക്വൻസി മോഡുലേഷൻ. ഇൻ ദിസ് മോഡുലേഷൻ ടെക്നിക് ദ ഫ്രീക്വൻസി ഓഫ് കാരിയർ സിഗ്നൽ ഈസ് മോഡിഫൈഡ് ടു റിഫ്ലക്ട് ദി ചേഞ്ച് ഇൻ ദി വോൾട്ടേജ് ലെവൽസ് ഓഫ് മോഡുലേറ്റിംഗ് സിഗ്നൽ. അനലോഗ് ഡാറ്റയെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യും, ഫ്രീക്വൻസി മാറ്റും. അതാണ് ഫ്രീക്വൻസി മോഡുലേഷൻ. ഇതിൻ്റെയൊക്കെ ഡയഗ്രം നിങ്ങൾ എന്തായാലും പഠിച്ചു വെക്കണം, അത് നിങ്ങൾ വരയ്ക്കുകയും ചെയ്യണം, എന്നാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടുകയുള്ളൂ. പിന്നെ ഫേസ് മോഡുലേഷൻ വെച്ച് എന്ത് ചെയ്യും, സിഗ്നലിൻ്റെ ഫേസ് മോഡുലേറ്റ് ചെയ്ത് അനലോഗ് ഡാറ്റയെ റെപ്രസെൻറ്റ് ചെയ്ത്. അതാണ് ഫേസ് മോഡുലേഷൻ. വളരെ എളുപ്പമാണ് ഇത് പഠിക്കാൻ, കാരണം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇത്രയേ ഉള്ളൂ. അനലോഗ് ടു അനലോഗ് കൺവേർട്ട് ചെയ്യേണ്ട അവസ്ഥ വരുമ്പോൾ ഉപയോഗിക്കുന്ന ടെക്നിക്കാണ് അനലോഗ് കൺവേർഷന്. അത് ബാൻഡ് പാസ് യൂസ് ചെയ്യുമ്പോഴാണ് ഇത് യൂസ് ചെയ്യുന്നത്. 3 തരത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും: ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ, ഫേസ് മോഡുലേഷൻ, ഫ്രീക്വൻസി മോഡുലേഷൻ. എന്നിട്ട് എന്താണെന്ന് എഴുതുക, അതുപോലെ തന്നെ ഇതിന് ഡയഗ്രം വരച്ച് നിങ്ങൾക്ക് അതിൻ്റെ മാർക്ക് കിട്ടും. നിങ്ങൾക്ക് ഈ ക്ലാസ് മനസ്സിലായെന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നെങ്കിൽ please like and subscribe this channel. Thank you for watching.